അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മളൊക്കെ എല്ലാ നിസ്കാരങ്ങളും കൃത്യമായി നിസ്കരിക്കുന്നവരാണ്. അതും നിസ്കാരം ബാത്തിലായി പോകുന്ന കാര്യങ്ങളിൽ നിന്ന് വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കാറുള്ളത്, അല്ലെ? നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അറിയാവുന്ന തുടരെയായി 3 അനക്കമനങ്ങുക, വെള്ളം ഭക്ഷണം പോലെയുള്ളത് വിഴുങ്ങുക, ഉച്ചത്തിൽ സംസാരിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിന്നുകൊണ്ട് വളരെ സൂക്ഷിച്ചിട്ടാണ് നമ്മൾ നിസ്കരിക്കാറുള്ളത്. എന്തിനാ? നിസ്കാരം ബാത്തിലായി പോകുമെന്ന് കരുതിയിട്ട്. എന്നാൽ നമ്മൾ ഓതുന്ന ഓത്തില് അല്ലെങ്കിൽ നമ്മൾ ചൊല്ലുന്ന അത്തഹിയാത്ത് പോലെയുള്ള ചൊല്ലുന്നതിൽ വന്നു പോകുന്ന തെറ്റുകളെ കൊണ്ട് നമ്മുടെ നിസ്കാരം ബാത്തിലായി പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? 2 ഉസ്താദുമാർ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളിലേക്കൊന്ന് എത്തിക്കണമെന്ന് തോന്നി. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. കാരണം ഞാൻ വലിയ കിതാബ് അറിയുന്ന ആലിമൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മൻ തഅല്ലമൽ ഇൽമ ഫഅല്ലിമു, നിങ്ങൾ ഒരു ഇൽമ പഠിച്ചാൽ അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നാണ്. അപ്പൊ ആ ഉസ്താദുമാർ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതൊന്നും നമുക്ക് കേട്ടാലോ? അത്തയ്യാത്ത് തെറ്റിയാലേ, ഉദാഹരണത്തിന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയേണ്ട സ്ഥലത്ത് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇദ്ഗാം ഒഴിവാക്കി പറയുകയാണെങ്കിൽ നിസ്കാരം എന്താവും? ബാത്തിലാവും. പക്ഷെ ഇന്നും നമ്മളെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ആ ഒരു വിഷയം തെറ്റിക്കുന്നുണ്ട്. ഇദ്ഗാം ഒഴിവാക്കിയിട്ട് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ മുഹമ്മദ് റസൂലുള്ള എന്നത് ഇദാം ഒഴിവാക്കിയിട്ട് മുഹമ്മദൻ റസൂലുള്ള എന്ന് ചിലർ പറയാറുണ്ട്. അതുപോലെ തന്നെ അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് എന്ന് ശബ്ദ കൊടുത്ത് പറയേണ്ടത് സ്വലവാത്തു ത്വയ്യിബാത്തു എന്ന് ശബ്ദ ഒഴിവാക്കിയിട്ട് ചിലർ പറയാറുണ്ട്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്തഹിയാത്തിൽ ഇദ്ഗാം ഒഴിവാക്കുക, ശബ്ദ ഒഴിവാക്കുക ചെയ്താൽ നിസ്കാരം തന്നെ ബാത്തിലായി പോകുന്നതാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ അഭിപ്രായവും ഇമാമിന്റെ അഭിപ്രായവും. അപ്പം വളരെ ഗൗരവമുള്ള വിഷയമാണ്, അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇനി അവരതിനെ വിശദീകരിച്ചുകൊണ്ട് പിന്നെയും പറയുന്നുണ്ട്, എന്താണ് ഇദ്ഗാം, മാത്രമല്ല ഏതാണ് ശരിയായ രൂപം, ഏതാണ് തെറ്റായ രൂപം എന്ന് ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചിട്ടുണ്ട്. എന്താണ് അതിനുള്ള മറുപടി? ഇദ്ഗാം എന്ന് പറയുമ്പോൾ ഒരക്ഷരത്തെ ശേഷമുള്ള അക്ഷരത്തിലേക്ക് ചേർത്ത് പറയുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. പക്ഷെ പല ആളുകളും അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തെറ്റായി ഉച്ചരിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ ശരിയായ രൂപം എന്ന് പറയുന്നത് ഇദ്ഗാമോടുകൂടി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കലാണ്. മാത്രമല്ല ഒരുപാട് ആളുകൾ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നും അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നും അഷ്ഹദു അന്ന മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നും തെറ്റായി ഉച്ചരിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ശരിയായ രൂപം എന്ന് പറയുന്നത് ഇദ്ഗാമോട് കൂടി അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നത്. പറഞ്ഞത് കേട്ടില്ലേ? വളരെ ഗൗരവമുള്ള വിഷയമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടുള്ള തെളിവടക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു, ഇങ്ങനെ ആ ശബ്ദോട് കൂടി പറയേണ്ടത്. ശബ്ദില്ലാതെ അത്തഹിയാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ഇങ്ങനെ പറഞ്ഞാൽ നിസ്കാരം സഹിയാവൂല എന്നാ. അതുപോലെ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ, അഷ്ഹദു അൻ ലാ ഇലാഹ എന്നല്ല, അഷ്ഹദു അല്ലാ ഇലാഹ, ആ നൂനിന്റെ വെളിവാകൽ അവിടെ ഉണ്ടാവാൻ പാടില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദൻ എന്നുള്ള നൂന് അവിടെ ഉണ്ടാവാൻ പാടില്ല, ആ തൻവീന് അവിടെ ഉണ്ടാവാൻ പാടില്ല. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അങ്ങനെ തന്നെ ആവണം, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകുന്ന. അത്തഹിയാത്തു സഹിയാവൂല, അത്തഹിയാത്തു സഹിയായില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. അതാണ് ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് സാധാരണ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന രൂപത്തിൽ തന്നെ ഈ ഓതുമ്പോഴും അതുപോലെ തന്നെ ചൊല്ലുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കണം എന്ന് ആദ്യമായി എൻ്റെ നഫ്സിനോടും ഉപദേശിക്കുകയും പിന്നെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന രൂപത്തിൽ അമലുകൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.